ഹലോ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് കാർത്തിക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെട്രിസസ് ആണ്. വളരെ എളുപ്പമുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെട്രിസസ്. മെട്രിസസ് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് മെട്രിസസ്. പക്ഷേ അത് മെട്രിസസ് ആണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് മെട്രിക്സസ് എന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ പോകുമ്പോൾ ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകും അല്ലേ. ഇപ്പം സപ്പോസ് ABC എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ 1, 2, 3 എന്ന് എഴുതി ഇങ്ങനെ ഒരു ലിസ്റ്റ് ആക്കി ഒരു പേപ്പറിനകത്ത് കൊണ്ടുപോകാറുണ്ട്. ഇതെന്താണ്? ഒരു 2 കോളവും 4 റോയും ആയിട്ട് വരുന്ന ഒരു ലിസ്റ്റാണ്. ഇതൊരു തരത്തിൽ എന്താണ്? ഒരു മെട്രിക്സ് ആണ്. ഇനി ചിലപ്പോൾ നമ്മുടെ അധ്യാപകരൊക്കെ കുട്ടികളുടെ മാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളും അതും ഒരു ലിസ്റ്റ് ആക്കാറുണ്ട്. ഫിസിക്സിൻ്റെ മാർക്ക്, കെമിസ്ട്രിയുടെ മാർക്ക്, മാത്സിൻ്റെ മാർക്ക്, ഇതൊക്കെ 45, 50 കിട്ടി, 35, 36, ഒരു 49 കിട്ടി എന്ന് വെച്ചു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു 2 റോയും 4 കോളവുമുള്ള ഒരു ടേബിൾ എനിക്ക് കിട്ടി അല്ലേ. ഇത് എന്താണ്? മെട്രിക്സ് ആണ്. ഇനി ഞാൻ ഈ പേരും സബ്ജക്റ്റിൻ്റെ പേരും ഞാൻ കളഞ്ഞു. ഞാൻ ഈ കിട്ടിയ മാർക്കിനെ ഒരു റെക്റ്റാങ്കുലർ ബോക്സിനകത്തോട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാറ്റി. ഇങ്ങനെ എലമെൻറ്റുകളെ റോ ആയിട്ടും കോളമായിട്ടും എഴുതി ഒരു റെക്റ്റാങ്കുലർ ബോക്സിനകത്തിടുന്ന രീതിയാണ് എന്ത്? മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് എലമെൻറ്റുകളെ നമ്മൾ റോയിലും കോളത്തിലും എഴുതി ഒരു റെക്റ്റാങ്കുലർ ബോക്സിനകത്തിൽ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? മെട്രിക്സസ് എന്ന് പറയുന്നത്. മെട്രിക്സിന് ഓർഡർ ഉണ്ട്. എന്താണ് ഓർഡർ ഓഫ് മെട്രിക്സ്? ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ അതിലെ റോയുടെയും കോളത്തിൻ്റെയും എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും മെട്രിക്സിൻ്റെ ഓർഡറിനെ M/N എന്നാണ് സൂചിപ്പിക്കുക. എങ്ങനെയാണ്? M/N. ഇത് വായിക്കുന്നത് M/N എന്നാണ് സൂചിപ്പിക്കുന്നത്. M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസുമാണ്. ഇവിടെ നോക്കിക്കേ, എത്ര റോ ഉണ്ട്? 2 റോയും 3 കോളവും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാം ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 2/3 മെട്രിക്സ് ആണ് എന്ന് പറയാം. ഇനി ഈ മെട്രിക്സിലെ ഓരോ എലമെന്റുകളെയും നമ്മൾ സൂചിപ്പിക്കുന്നതിനും ഓരോ രീതികളുണ്ട്. മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും സൂചിപ്പിക്കുന്നതിനും ഓരോ രീതികളുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. മെട്രിക്സുകളെ നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇതൊരു 2/3 മെട്രിക്സ് ആണ്. ഇതിലെ ഫസ്റ്റ് കോളത്തിലെ അല്ലേ, ഇത് 45 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് റോയിലെ എലമെന്റ് ആണ്. അതിനെ എനിക്ക് A11 എന്ന് സൂചിപ്പിക്കാം. ഈ 45 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് ഇതിനെ A12 എന്ന് സൂചിപ്പിക്കാം. ഈ 50 ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ് ആണ്. അതിനെ A13 എന്ന് സൂചിപ്പിക്കാം. ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് A21 എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ്. അപ്പോൾ ഇത് A22 ആയിരിക്കും. അപ്പോൾ ഇത് A23 ആയിരിക്കും. A23 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ A is equal to Aij എന്ന് എഴുതാം. I ഡിനോട്ട് ചെയ്യുന്നത് ഏത് റോ ആണെന്നും J ഡിനോട്ട് ചെയ്യുന്നത് ഏത് കോളമാണെന്നും ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറയാണ് ഒരു
3/2 മെട്രിക്സ് എങ്ങനെയാണ് എഴുതുക? ഒരു 3/2 മെട്രിക്സിനെ എങ്ങനെ സൂചിപ്പിക്കാം? 3/2 എന്ന് പറയുമ്പം 3 റോ കാണും, 2 കോളവും കാണും. അപ്പോൾ അതിന് പേര് കൊടുത്തു എ. 3 റോ വരും, 2 കോളവും വരും. അപ്പം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് A11, ഫസ്റ്റ് റോയിലെ തന്നെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് A12, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് A21, A22, A31, A32. നമുക്ക് എന്ത് കിട്ടി? 3 റോയും 2 കോളവും ഉള്ളൊരു മെട്രിക്സ് കിട്ടി. ഓക്കെ.